ജിൽസി ജയിച്ചു വന്നതിന് ശേഷം കൂറുമാറി മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്നത് ഒരു നെറുകെട്ട ഏർപ്പാടും വഞ്ചനയുമാണ് ഇന്നലെ നമ്മൾ വിലയിരുത്തിയിരുന്നു. അതിന് കോടതിയിലെത്തിയാൽ എന്ത് സംഭവിക്കും? മാത്രമല്ല കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഭീഷണിപ്പെടുത്ത അയോഗ്യരാക്കുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ പരാതി പോയിട്ടുണ്ട്. അപ്പൊ മറ്റത്തൂരിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മറ്റത്തൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച വാർഡ് മെമ്പർമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. മനുഷ്യാവകാശ സംരക്ഷണ സംഘടനാ ജനറൽ സെക്രട്ടറി ജോയ് കൈതാരമാണ് പരാതി നൽകിയത്. മറ്റത്തൂരിലെ കോൺഗ്രസ് BJP സഖ്യം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് പരാതി. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, മറ്റത്തൂരിൽ കോൺഗ്രസ് നേതൃത്വം അയോഗ്യരാക്കുമെന്ന ഭീഷണിയൊക്കെ മുഴക്കുന്നതിനിടയിലാണ് ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് തന്നെ പരാതി പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കൂടി മറ്റത്തൂരിൽ നിർണായകമാവുന്നു. പറഞ്ഞതുപോലെ തന്നെ മറ്റത്തൂരിൽ കോൺഗ്രസ് എന്ത് നടപടി എടുക്കുമെന്നതിനെ സംബന്ധിച്ച് അയോഗ്യത നടപടി എടുക്കുമെന്ന ഭീഷണി പെടുത്തുകയടക്കം ചെയ്ത ഒരു സാഹചര്യത്തിൽ അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി പോയിരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച വാർഡ് മെമ്പർമാരെ അയോഗ്യരാക്കണം എന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ജോയ് കൈതാരമാണ് പരാതി നൽകിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ആളുകളുടെ വോട്ട് നേടി വിജയിച്ച ആളുകളാണ് ഇവർ. BJPയുടെ പിന്തുണയോടെ അല്ലെങ്കിൽ BJPയുമായി കൂട്ടിച്ചേർന്ന് ഇത്തരത്തിലൊരു നീക്കം നടത്തുകയും മറ്റത്തൂരിലെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്, കൃത്യമായി ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. മാത്രമല്ല ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വോട്ട് തേടുകയും ചെയ്തതിനു ശേഷം BJP പിന്തുണ നേടിയ ഈ സാഹചര്യം അത് ജനങ്ങളോടുള്ള വലിയ വഞ്ചനയാണ് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അത് പരാതി നൽകിയിരിക്കുന്നത് മനുഷ്യാവകാശ സംരക്ഷണ സംഘടനാ ജനറൽ സെക്രട്ടറി ജോയി കൈതാരം കൂടിയാണ്. അപ്പൊ ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസ് നേരിടുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെ ഇതിൽ അയോഗ്യത നടപടി സ്വീകരിക്കുന്നതടക്കം അല്ലെങ്കിൽ രാജിവെക്കണം എന്ന് അടക്കം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പരാതി പോയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി പോയിരിക്കുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള മറ്റുള്ള പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് TM ചന്ദ്രന്റെ അടക്കം പ്രതികരണങ്ങൾ അടക്കം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് പഞ്ചായത്തുകളും ഇതേ സാഹചര്യം, പ്രത്യേകിച്ച് SKPയുടെ പിന്തുണയോടെ ചൊവ്വന്നൂരിൽ UDF അധികാരത്തിലെത്തിയ സാഹചര്യം അടക്കമുണ്ട്. അതിലടക്കം കോൺഗ്രസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതടക്കം നോക്കിക്കാണുകയാണ്.